ഞാപ്പോ എവിടുന്നാളോ സുന്ദരനായിട്ട് വരുന്നേ? സുന്ദരനായില്ലേ? ഞാൻ ബൗണ്ടറൊക്കെ ഇട്ടിക്കണേ. എല്ലാരും ഉമ്മ അറിഞ്ഞ എല്ലാരും വെട്ടും വൃത്തിയൊക്കെ നടക്കുന്നുണ്ട്. ബൗണ്ടറൊക്കെ ഇട്ട് നടന്നോന്നു. എന്തായാലും ഇപ്പൊ എവിടുന്നാ വരുന്നേ? ഞാൻ അക്ഷയ പോയതാടാ. അതന്നെ ഞാൻ അക്ഷയ പോയപ്പോ പെണ്ണുങ്ങളൊക്കെ ചിരിക്കുന്നുണ്ട് കണ്ടിട്ട്. അപ്പൊക്കെ മനസ്സിലായി ഈ ബൗണ്ടർ ഇട്ട് കാരണം എന്റെ ഭംഗി കണ്ടിട്ട് ചിരിക്കാന്ന് മനസ്സിലായി. ഒരു പെണ്ണ് ഇന്നെ കണ്ട് ചിരിച്ചിട്ട് വേറെ പെണ്ണോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് തന്നെ കാണാനേ. ബൗണ്ടർ ഒക്കെ കാലിയാക്കിയല്ലുണ്ടാവും അല്ലേ? ബൗണ്ടറൊക്കെ നിറച്ചിട്ട് ഇമ്മ വരുമ്പോഴത്തേക്ക് കാലിയാക്കി. ഇമ്മ പണിക്ക് പോയതല്ലേ. ഞാൻ അക്ഷയക്ക് പോയതാടാ. എന്തിന്? അതെ, ഞാൻ എന്നോട് പറയാനേ വാവാ. ഞാൻ അക്ഷയക്ക് പോയതേ എന്താണ് ഈ 70-80 വയസ്സായ ആൾക്കാർക്ക് എന്താണ് ഇൻഷൂർ കാർഡ് എടുക്കുന്നത്. അത് ഞാനേച്ച് അന്ന് ഉമ്മാനോട് പറഞ്ഞിട്ടാ. അപ്പൊ ഉമ്മാക്കാണെങ്കിൽ ഇന്ന് അർജന്റ് ആയിട്ട് പണിക്ക് പോണം. അപ്പൊ എന്നോട് പറ്റി പോയിക്കോ പറഞ്ഞു. ഞാനും മോനെ അവിടെ നിന്ന് കാത്തിരുന്നിട്ട് എന്റെ വിളിച്ചപ്പോ ഓരോക്കാളാ ആർക്കാന്ന് വെച്ചാൽ ഞാൻ ഉമ്മാക്ക് ഉമ്മ ഇല്ലാതെ എങ്ങനെ വന്നിക്കണെന്ന്. ഞാൻ പറയും ഉമ്മ ഞാൻ നടന്നിട്ട് വന്നു പറഞ്ഞു. അതല്ല ഉമ്മാനെ കൊടുന്നൂടെ. ഞാൻ പറയും നിങ്ങള് പോവാ ഉമ്മാന്റെ അതില് പണിക്ക്. ഉമ്മ പണിക്ക് പോയാലേ ഞങ്ങൾക്ക് കഞ്ഞുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓരൊക്കെ പാട് ഇന്നൊരു നോട്ടോ. എന്നിട്ട് എന്താ ബുറുബുറുക്കുണ്ട്. ഒരു പെണ്ണേത്തി എന്നോട് പറഞ്ഞേ പിന്നെ ഇങ്ങക്ക് പറ്റൂല, നിങ്ങളെ ഉമ്മാനെ കൊണ്ടുവരണോ എന്നിട്ട് കൊപ്പിടിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ഇത് പറഞ്ഞൂടെ. ഞാൻ എത്ര നേരം നിന്നിട്ട് എന്താ. അപ്പൊ എന്നോട് പറഞ്ഞു ഉമ്മാന്റെ ഒരു റേഷൻ കാർഡൊക്കെ കൊണ്ടുവരുന്നു പറഞ്ഞു. ഉമ്മാന്റെ എന്താ ആധാർ കാർഡ് വേണത്രേ. ഞാൻ ഇത്ര ഞാൻ വെറുതെ നിന്ന് അവർക്ക് ആദ്യം പറയണെങ്കില് സുന്ദരനായിട്ടൊന്ന് പോയി നോക്കിയതല്ലേ. പിന്നെ ഞാൻ ഏറെ നിന്നത് ആ പെണ്ണുങ്ങളൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിലേതേലും ഒരു പെണ്ണിന്നെ ഇഷ്ടാന്ന് പറഞ്ഞാലല്ലേ ഞാൻ ഇമ്മാനെ കൂട്ടി പോകുമ്പോ ഒന്നുകൂടി ബൗണ്ട് ഇടല്ലേ. ആരും പേടിക്കാതെ നോക്കിക്കോ. ഇമ്മാനെ കണ്ടാ പേടിക്കാം. ഞാൻ സുന്ദരനല്ലേ. സുന്ദരൻ തന്നെയാണ് അല്ല. എപ്പ പോയതാണ്? രാവിലെ പോയിട്ട് നിക്കുന്നടാ. വേറൊരു കാര്യത്തിന് അന്നം കാത്തിക്കുന്നു. എന്താ? നമ്മളെ സൈനാത്ത വല്ലാത്ത ഒരാളാണ് കേട്ടാ. സൈനാത്തിയും സുബൈത്താത്തിയും വലിയ കമ്പനി അല്ലേരുന്ന്. അങ്ങനെ സൈനാത്തിയും സുബൈത്താത്തി ഇപ്പൊ തെറ്റിങ്ങണത്രേ. അങ്ങനെ എന്റെ ഇമ്മാനായിട്ട് ആദ്യം സുബൈത്താത്തെ തെറ്റിയല്ലേരുന്നു. അപ്പൊ ഇമ്മ സൈനാത്താനോട് എന്താണ് സുബൈത്താത്താനെ പറ്റിട്ട് പറഞ്ഞു. എന്തോന്ന് പറഞ്ഞത്രേ. സൈനാത്ത പോയിട്ട് അതൊക്കെ സുബൈത്താത്താനോട് പോയി പറഞ്ഞു. കുറ്റം പറഞ്ഞ് എന്താണ് നിന്റെ ദീപാത്താത്ത കുറ്റം പറഞ്ഞത് എന്നോട് പറയണെങ്കിൽ ചളിവെള്ളം മൂത്ത് കൊയ്ക്കൂന്ന് പറഞ്ഞത്രേ എന്നോട്. എന്നിട്ട് സുബൈത്താത്ത അത് ഇവരോടൊക്കെ പോയി പറഞ്ഞു. നബിസാത്താട് പറഞ്ഞു. നബിസാത്ത എന്റെ ഉമ്മാനോട് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ സുബൈത്താത്ത എന്താണ് സൈനാത്ത പറഞ്ഞത് സുബൈത്താത്ത ഇവരോടും പറഞ്ഞു. സൈനാത്ത ഇവരോടും പറഞ്ഞു. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു. എന്നിട്ട് അതെന്താ വെച്ചാല് സുബൈത്താത്താക്ക് ദേഷ്യ എന്താണ് സൈനാത്താക്ക് ദേഷ്യ. ഇമ്മി സൈനാത്തി നാളെ എന്താ അയൽക്കൂട്ടത്തിന് പോയിട്ട് പ്രശ്നം ഉണ്ടായി. അപ്പൊ ഇവര് സുബൈത്താത്തിയും സൈനാത്തി ഭയങ്കര കമ്പനി. അപ്പൊ ഉമ്മാനെ കണ്ടുകൂടായി. ഇപ്പൊ രോഗിയായപ്പോ ഉമ്മതൊക്കെ പറഞ്ഞപ്പോ ആ പാക്ക വീട്ടിയതത്രേ സുബൈത്താത്തോട് പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മടറി ഉമ്മ നിങ്ങൾക്ക് പല്ലും ചെറിയ ഒതുക്കി കളി പെണ്ണുങ്ങളെ നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല. ഒന്നും പറയാൻ പറ്റില്ല. ഈ പെണ്ണുങ്ങള് പറഞ്ഞതൊന്നുമില്ല. ഇപ്പൊ ഉമ്മ പറഞ്ഞത് മാത്രം. മറ്റേത് ഒരെണ്ടാളും എന്താണ് അങ്ങോട്ട് ശരി ഇങ്ങോട്ട് ശരി. ഇവിടെ മീനങ്ങ് അവിടെ കൊണ്ടെടുക്കല് അവിടെ മീനങ്ങ് കൊണ്ടെടുക്കല്. അപ്പൊ ഉമ്മാനെ കണ്ടുകൂടായിരുന്നു. ഇപ്പൊ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് രണ്ടാളും ഉമ്മാനെ കുറ്റം പറഞ്ഞതൊക്കെ അറിഞ്ഞു. എങ്ങനെ അറിയണേ? നല്ല ആൾക്കാരോടല്ലേ ഇവര് പറഞ്ഞത്. വിസാത്താണ് പറഞ്ഞ പറയാതിരിക്കോ. വിസാത്താണെങ്കിൽ അതൊക്കെ മക കൊടുക്കും ചെയ്യും. അമ്മക്ക് വിഷമല്ലേ. അമ്മ അവിടേക്ക് പണിക്കൊക്കെ പോകുമ്പോ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഉമ്മാനോട് അമ്മ അറിഞ്ഞു മാനെ അപ്പൊ നമ്മൾ താളത്തിന് മാളത്തിന് നിന്നാ മതി. തട്ടിക്കാരും വേണ്ട. അവരാരും കഞ്ഞും പയറായിട്ട് അവരാരും ജീവിച്ചാൽ മതിയായിരുന്നു. അതന്നെയല്ലേ കുഞ്ഞാപ്പോ ഞാൻ വരുന്നുണ്ട്. മേക്കപ്പൊന്നും പോവില്ല. അതിനുള്ള മാനില്ല. എന്തായാലും സുന്ദരനായിക്കണ്. അത് നോക്കണ്ട. ഉമ്മ ഓരും കൂടെ വിളിച്ചിട്ട് പോവല്ലേ. അമ്മാനെ വിളിച്ചു പോയിക്കോ. ആരോഗ്യ ഇൻഷുറൻസ് കുട്ടീനെ ഞങ്ങൾക്ക് പൈസ ഇട്ടേക്കാരല്ലേ. എത്രയാണ് എങ്ങനെയാണ് എനിക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് എത്ര ലക്ഷം? എത്ര 5 ലക്ഷത്തിന്റെ പുതിയൊരു ഇതുണ്ട്. അതാണോ പദ്ധതിന്റെ?
അതന്നെ 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 പുതിയതില്ലേ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അതാവുന്ന തുടങ്ങിയിട്ടുണ്ട് അത്ര. അപ്പൊ അതിനു വേണ്ടി പോയിട്ട് നടന്നില്ല. ഇനി ഞാനൊക്കെ പഠിച്ചിട്ട് വയ്യ, ഞാൻ എന്തേലും കുടിക്കട്ടെട്ടാ. അവജോൻ തിന്നാതെ പോയത്? തിന്നിട്ട് തന്നെ പോയിക്കണത്. പിന്നെന്താ ഇനി പഠിച്ചാൽ കൊറേ നേരം നിന്നില്ലടാ. കൊറേ പെണ്ണുകളുണ്ടാ? മഴ കൊള്ളിക്കണ്ടേട്ടാ. അല്ല അവിടെ കൊറേ പെണ്ണുകളുണ്ടാ? ഓരോ പെണ്ണുങ്ങൾ എന്നെ നോക്കി ചിരിക്കണതേ. ശരി. എല്ലാം ഇജ്ജ് പോവല്ലോ കുഞ്ഞപ്പോ. മഴയില്ല, മഴ ചാറിനല്ലേ ഉള്ളു. എന്നെ കണ്ടിട്ടില്ലട്ടാ, അതൊന്ന് ചോദിച്ചാ. ആ കുട്ടികള് സ്കൂളിട്ട് പോവോ? കുട്ടികളല്ല, ആ കുട്ടീനെ ഇവിടെ കണ്ടിട്ടില്ല ഞാൻ. പറയാ കുഞ്ഞാപ്പോ ഇതാണ് പറഞ്ഞത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉമ്മാനോട് പറയാൻ നിക്കണ്ട. കണ്ടതും കേട്ടതും പറയാൻ പാടില്ല. ഉമ്മ എന്നോട് പറഞ്ഞ 2 വാക്കാ പറഞ്ഞിട്ടുള്ളൂ. അത് ഉമ്മാനെ ദേഷ്യമുള്ള കാരണം സുബൈദാത്താനോട് ചെന്ന് പറഞ്ഞോടൊക്കെ പറഞ്ഞല്ലേ. പിന്നെ താത്ത പറഞ്ഞതൊക്കെ പറയണെങ്കിൽ സുബൈദാ ഇജ് ബത്താത്താന്റെ എന്താണ് മോത്തൊക്കെ ചളിവെള്ളം ഒഴിക്കും അങ്ങനെ പറഞ്ഞ എല്ലാത്ത പെണ്ണുങ്ങൾ തന്നെ അല്ലല്ലേ. അപ്പൊ അതാണ് പറഞ്ഞ ആദ്യം ഇജ്ജും നിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. ഞാനല്ല ഉമ്മാനോട് പറയും. ഇമ്മ പറഞ്ഞിട്ടില്ല, ഇമ്മ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇമ്മ അറിയിക്കണ് എല്ലാരും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി അതേമാതിരി നിന്നാ. അതാണ് ഞാനും പറഞ്ഞത്. നമ്മളെ ഉള്ള കഞ്ഞും ചമ്മന്തിയും കുമ്മളും കൂട്ടിട്ട് അവരവരെ കാര്യം നോക്കി ജീവിക്കാം. പിന്നെ മഴ കൂടുതലായിട്ട് അവിടുന്ന് പെയ്യുന്നുണ്ട്. ഒച്ചക്കണില്ലേ? മഴ വരുന്നുണ്ട്. മഴ വരുന്നുണ്ട്. ഞാൻ പോകണ്. മഴ വന്നിട്ട് അവിടെ ഇമ്മ എന്താ എന്തേലും തിരുമ്പിട്ടൊക്കെ എടുത്തേക്കട്ടെ. ഞാൻ എന്നാ പോയിക്കോ, ഞാനും പോവാണ്.